അവസാനമായിട്ട് മുജ്തഹിദ് മുത്ലഖ് എന്ന വാദവുമായി വന്നത് ഇബ്നു ജരീർ ത്വബരിയാണ്. ഹിജ്റ 300 ജീവിച്ച പണ്ഡിതനാണ്. മുജ്തഹിദ് മുത്ലഖ് ഇമാം സയൂദി തങ്ങൾ തർജീഹിന്റെ മുജ്തഹിദായിട്ടാണ് വാദിച്ചിട്ടുള്ളത്. അപ്പൊ ഇബ്നു ജരീർ ത്വബരി തങ്ങളെ വാദിച്ചത് ജനങ്ങളെ അംഗീകരിച്ചിട്ടില്ല, അത് ഏറ്റെടുത്തില്ല. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ അംഗീകരിക്കാൻ പാടും. പക്ഷെ ഇബ്നു ജരീർ ത്വബരി ചില്ലറക്കാരനല്ല. അവിടുന്ന് 80 വാല്യമുള്ള താരീഖ് ത്വബരി, 30 വാല്യമുള്ള തഫ്സീർ ത്വബരി ഇതൊക്കെ രചിച്ച പണ്ഡിതനാണ്. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ഒരാള് വന്നിട്ട് പറയാണ്, എനിക്ക് ഈ മഹാന് ഒരു ഹക്കുണ്ട്, എന്ത് 800 കിലോ മഷി എൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 800 കിലോ മഷി കൊണ്ടുപോകണമെങ്കിൽ എത്ര കിതാബുകൾ, എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടാകുന്ന ആലോചിച്ചു. അപ്പോൾ ഒരുപാട് അത്ര പണ്ഡിതനായിട്ട് പോലും മുജ്തഹിദ് മുത്ലഖ് ആവാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മുജ്തഹിദ് മുത്ലഖ് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു തരാം, ചോദ്യത്തിലേക്ക് വരാം. സ്വഹാബാക്കൾ എല്ലാ ആളുകളും മുജ്തഹിദുകളാണ്. അതിനുശേഷം താബിഈകളിൽ 18 ആളുകളെ മുജ്തഹിദായിട്ടുള്ളൂ. പിന്നീട് ഒരുപാട് മുജ്തഹിദുകൾ വന്നിട്ടുണ്ടെങ്കിലും സുഫിയാൻ സൗരി, ദാവൂദ് ഒരുപാട് മുജ്തഹിദുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് 4 മദ്ഹബുകളിൽ 4 ഇമാംമാരുടെ ഒതുങ്ങി. കാരണം എന്താ വെച്ചാൽ ഈ 4 ഇമാംമാരുടെ അനുയായികൾ ഈ ഇമാംമാരുടെ ഉസൂലുകൾ മനസ്സിലാക്കുകയും അതിൽ വിശദീകരിച്ച് ഗ്രന്ഥം രചിക്കുകയും പിന്നീടുള്ള ആളുകൾ അങ്ങനെ അത് കൈപ്പറ്റി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രചനകൾ ഇന്നും നിലനിന്നു പോകുന്നുണ്ട്. എന്നാൽ മറ്റു മദ്ഹബുകൾ തദ്വീൻ ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ 4 മദ്ഹബുകൾ മാത്രമേ, ഈ 4 മദ്ഹബ് മാത്രമേ അംഗീകരിക്കാവുന്ന മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ജമുൽ ജവാമിയിൽ തന്നെ കാണാം, വൽ അസഹു അന്നഹു യജിബു അലൽ ആമി വഗൈരിഹി മിമ്മൻ ലം യബ്ലുഗ് റുത്ബത്തൽ ഇജ്തിഹാദി ഇൽതിസാമു മദ്ഹബിൻ മുഅയ്യനിൻ മിൻ മദാഹിബിൽ മുജ്തഹിദീൻ. ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം, അത് ജമാഅ. അതാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണം. അതായത് ഞങ്ങളെ ചർച്ച അവസാനിക്കാൻ പോവുകയാണ്. ഇവിടെ ചർച്ച ചെയ്തത് മദ്ഹബുകളുടെ വിഷയം അതിവിശാലമായ വിഷയമാണ്. അതിലൊരു ക്യാപ്സ്യൂൾ മാത്രമേ ഇവിടുന്ന് ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ പഠനം നിങ്ങൾ പുരോഗമിക്കണം, അതിനെ നിങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ചു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം 4 ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഇന്നത്തെ ഈ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ്. അഥവാ പരിശുദ്ധമായ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ നേരിട്ട് ഹുക്മുകളെ കണ്ടെത്താനുള്ള ഒരു അർഹത പോലും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ 4 ഇമാമിയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നാം ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹഖ് പോലെ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും ബാത്തില് പോലെ മനസ്സിലാക്കി അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പാട്ട് പാടാൻ വേണ്ടി ശുഹൈബ് മലഹരിയെ ക്ഷണിക്കുന്നു. ಪ್ರೀತಿಯ ವಿದಾಯ ಬಂತು